ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ തങ്ങൾക്ക് അധികാരം കിട്ടുന്ന സമയത്ത് അത് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കാണുമ്പോൾ അവരുയർത്തിയ മുദ്രാവാക്യങ്ങളൊക്കെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന അവസരവാദത്തിൻ്റെയും ഏറ്റവും വലിയ ധിക്കാരപരമായ പെരുമാറ്റത്തിൻ്റെയും പുതിയൊരു ഉദാഹരണം. എന്തായാലും പുഷ്പൻ മരിക്കുന്നതുവരെ കാത്തുനിന്നത് ഒരു കണക്കിന് നന്നായി. കാരണം അദ്ദേഹത്തിന് സംസാരശേഷി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരുമായിരുന്നു. പക്ഷെ അദ്ദേഹം അച്ചടക്കമുള്ള, ഇവരിൽ ആരെക്കാളും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായിട്ടാണ് ഞാനിപ്പോൾ ഇനി മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും CPIM എന്ന് പറയുന്ന പാർട്ടി 30 വർഷം പഴക്കമുള്ള, അല്ലെങ്കിൽ 30 വർഷമെങ്കിലും പഴഞ്ചനായ ഒരു പഴഞ്ചൻ രാഷ്ട്രീയ പാർട്ടിയാണ്. കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ 30 വർഷത്തിന് ശേഷം അംഗീകരിക്കുന്ന ഒരു പഴഞ്ചൻ പ്രസ്ഥാനമാണ് ഇന്നത്തെ CPM എന്ന് ഇന്നത്തെ പ്രഖ്യാപനത്തോട് വ്യക്തമായി. ശ്രീനിവാസൻ സാറിന്റെ കാര്യം എല്ലാവരും പറഞ്ഞു. അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തുകയാണ് ചെയ്തത്. എന്തിനു പറയുന്നു? ഞാനൊരിക്കൽ മഹാരാജാസ് കോളേജിൽ ഓണേഴ്സ് കോഴ്സ് അവിടെ ആരംഭിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ അതിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരുന്നു. അവിടെ ചെന്നപ്പോൾ അത് സ്വയംഭരണ കോളേജിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എൻ്റെ പരിപാടി മുടക്കിയെന്ന് മാത്രമല്ല, പരിപാടി പിരിച്ചുവിട്ടു. ഞാനും അവിടെ നിന്ന് പിരിഞ്ഞു പോരുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഈ സ്വയംഭരണ കോളേജിൻ്റെ ഉദ്ഘാടനത്തിലല്ല ഞാൻ പോയത് ഓണേഴ്സ് കോഴ്സിൻ്റെ ഉദ്ഘാടനത്തിനാണ്. ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ ഓണേഴ്സ് കോഴ്സാണ്. ആ ഓണേഴ്സ് കോഴ്സിനെ കുറിച്ചുള്ള കാര്യം പിന്നീട് പറയാം. എന്തായാലും ശരി, സ്വയംഭരണ കോളേജുകൾ ഇവർ വന്നിട്ട് പിരിച്ചുവിട്ടില്ല, അല്ലെങ്കിൽ സ്വയംഭരണ കോളേജുകൾ ഇപ്പോഴും തുടരുകയാണ്. മഹാരാജാസ് അടക്കം പലപ്പോഴും വികൃതമായ തരത്തിലാണ് അവിടെ വാല്യുവേഷൻ നടന്നിട്ടുള്ളത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും ശരി, CPIMന് ബോധമുദിക്കുന്നത് വരെ ബാക്കി എല്ലാവരും കാത്തിരിക്കണം എന്ന് പറയുന്ന അപഹാസ്യതയാണ് ഇന്ന് മറനീക്കി പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ ഇന്നിപ്പോൾ കൊണ്ടുവന്നതിൽ സംവരണം ഉണ്ടെന്ന് കേൾക്കുന്ന നല്ല കാര്യമാണ്. സംവരണം വരട്ടെ. ഇനി വിദേശ സർവകലാശാല വന്നാൽ മാത്രം പോരാ. എന്ന് പറഞ്ഞാൽ മാലിദ്വീപും ശ്രീലങ്കയും ബംഗ്ലാദേശും ഒക്കെ വിദേശ രാജ്യങ്ങളാണല്ലോ. വിദേശ സർവകലാശാല വരിക എന്നതല്ല പ്രധാനപ്പെട്ട പ്രശ്നം. മറിച്ച് നല്ല സർവകലാശാല വരിക എന്നുള്ളതാണ്. ആ നല്ല സർവകലാശാല വിദേശത്തു നിന്നാണെങ്കിലും സ്വദേശത്തുള്ള സ്വകാര്യ സർവകലാശാലകൾ ആണെങ്കിലും നല്ല സ്റ്റാൻഡേർഡുള്ള, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള സർവകലാശാലകൾ അവരുടെ ക്യാമ്പസ് ഉണ്ടാക്കി അവരുടെ സ്വയംഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ വരിക എന്നതാണ് പ്രധാനം. അല്ലാതെ ഏതെങ്കിലും ഒരു സർവകലാശാല അവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല.